ഈ സെബി പോലത്തെ റെഗുലേറ്ററി ബോഡീസ് ഉണ്ടായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ ഇത്ര സ്കാംസ് നടക്കുന്നത്? ഇഷ്ടംപോലെ നമ്മൾ കേൾക്കുന്നുണ്ട്, പൈസ ഡബിൾ ആക്കി തരാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഇട്ടോ 10%, 20% മന്ത്ലി റിട്ടേൺ തരാം എന്നൊക്കെ കുറേ അധികം സ്കാംസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അവയർനെസ് ഇല്ലാത്തതാണ്. നേരെ പറയും, ഇപ്പം മെസ്സേജ് വരും കുറേ പേർക്ക്, ഉടനെ ചെയ്ത് ഇപ്പോൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ ഡബിൾ ആവും എന്നുള്ളതൊക്കെ. ഇതൊക്കെ സ്കാമാണ്, ഇത് നടക്കാൻ പോകുന്ന പരിപാടിയല്ല. 10%, 20% റിട്ടേൺ തരാമെന്ന് പറയും, ഇതും സ്കാമാണ്. കാരണം ഇതൊന്നും പ്രോമിസിങ് ആയിട്ടുള്ള കാര്യമല്ല, മാർക്കറ്റാണ്, ആരുടെയും കയ്യിലിരിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പം തന്നെ ലാസ്റ്റ് പൂനെയിൽ 2 കോടി രൂപ കണ്ട് ഒരാൾ സ്കാം ചെയ്തു. സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഒരാൾ ഒരു 53 വയസ്സുള്ള ഒരാളാണ്. പുള്ളി നേരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി, അവിടെ കുറേ ഓഫറിങ്സ് കണ്ടിട്ട് പുള്ളി നേരെ അവർ കണ്ട ലിങ്കിലെല്ലാം കയറി പൈസ ഇൻവെസ്റ്റ് ചെയ്തു. ലാസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് പൈസ വിഡ്രോ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും തന്നെ നടക്കുന്നില്ല. അങ്ങനെ ഒരു ആപ്പേ ഇല്ലായിരുന്നു. ഐ അത് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആപ്പേ അല്ലായിരുന്നു, ആരോ സ്കാമേഴ്സ് ഉണ്ടാക്കിയ ആപ്പാണ്. ഈ പൈസ മുഴുവൻ സ്കാമറിൻ്റെ അക്കൗണ്ടിലോട്ടാണ് പോയിട്ടുള്ളത്. സോ ഇതുപോലെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പുതിയ പുതിയ ആപ്സ് വരുമ്പോൾ നിങ്ങൾ CDSLൻ്റെ സൈറ്റിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ പുതിയതിൻ്റെ പറയുന്നത് പോകേണ്ട കാര്യമില്ല, കുറേ അധികം നല്ല ആപ്സ്